തൃശ്ശൂർ എടുത്തു നോക്കുക. തൃശ്ശൂർ നമ്മൾ കണ്ടത് എന്താണ്? ഇതേപോലെ തന്നെ മറ്റ് 19 മണ്ഡലത്തിലും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു വർധനവ് ഉണ്ടാവുക. അപ്പോൾ അതിന് മാത്രമല്ല, അത് നമുക്കറിയാം, ഈ ജനസംഖ്യ വർദ്ധിക്കുന്ന മലപ്പുറവും കോഴിക്കോടും ജില്ലകളിൽപ്പെട്ടതല്ലല്ലോ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എന്താണ്, അന്വേഷണത്തിന് വിധേയമാകേണ്ട ഒരു കാര്യം. ഇനി പോട്ടെ, വേണ്ട വെച്ചു. പക്ഷേ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെട്ടതിന് ശേഷം അവിടെ ആഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് 1,19,508 വോട്ടാണ്. കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം ആലോചിക്കണം. വലിയ രസമുള്ള, പലരും മറ്റേ വാടക ചീട്ടോ അല്ലെങ്കിൽ മറ്റേ ലെൻറ്റിൽ അഡ്രസ്സോ കാണിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു രസകരമായ കണക്ക് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം, അതായത് ഈ 2019 തെരഞ്ഞെടുപ്പും 24 തെരഞ്ഞെടുപ്പും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 1,18,516 വോട്ടാണെന്നാണ്. ഏതാണ്ട് തുല്യമായ ഒരു വോട്ട്. ഒന്നുപോലും പുറത്തു പോയില്ല ഇല്ല, അല്ലെങ്കിൽ കുറച്ച് വർഷം പുറത്ത് പോയി നമ്മൾ പറയേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യം. ഇപ്പോൾ വീടില്ലാത്ത ആളുകൾക്കാണ് 0 നമ്പർ കൊടുത്തതെന്നാണ്. ശരിക്കും അദ്ദേഹം ഒന്ന് ആലോചിക്കേണ്ട, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇലക്ഷനകത്തുണ്ടോ? ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് പറയുന്നത് വീടില്ലാത്തവർക്ക് എന്ത് ചെയ്യും, 0 എന്നുള്ള നമ്പർ കൊടുക്കുന്നത്. വീടുകൾക്കൊരു നമ്പർ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ വീടില്ല എന്നല്ല രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിനെവിടെയാണ് പ്രൊവിഷൻ ഉള്ളത്? ആരെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കും. ഇനി അച്ഛൻ്റെ പേര് അച്ഛല്ലാത്ത ഒരാളുണ്ടാവുമല്ലോ, ABCD എന്ന് കൊടുക്കുക, അതിനെന്തില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ളത് പോലെയാണ്. അപ്പോൾ ഇവിടേക്ക് ഒരു വീട്ടിൽ 100 ആൾ അല്ലെങ്കിൽ 500 ആൾ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന